ഇന്നൊരു മോർണിംഗ് റുട്ടീൻ ആയാലോ? എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഈ കിടക്കുന്ന മുതലിനെ ആശ്രയിച്ചാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ആളാണ് കേട്ടോ തീരുമാനിക്കുന്നത്. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പം കുറച്ച് തലേണയൊക്കെ അവിടെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. രാവിലെ നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പം സമയം ഒരു 5:30 ആ സമയമൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഇന്നാണ് ലാസ്റ്റത്തെ ഡേയിൽ. അപ്പോൾ അതുകൊണ്ട് അവർ ഫുള്ള് ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കുകയാണ്. അതിന് ശേഷം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം സൂര്യ നമസ്കാരം ചെയ്തായിരുന്നു. അതിന് ശേഷം ഓയിൽ പുള്ളിങ് ചെയ്യാണ്. അതായത് ഒരു സ്പൂൺ ഓയിൽ എടുത്തിട്ട് നമ്മുടെ വായിൽ കൊണ്ടിട്ട് നന്നായിട്ടിങ്ങനെ നമ്മളത് വായിലിട്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 2-3 ദിവസമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് ശുദ്ധമായി ശ്വസിക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഒത്തിരി ടൈമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വായിലിട്ട് ആ ഒരു ഓയിൽ ഇങ്ങനെ ആക്കണത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ചൊന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ടപ്പ് ഇതിന് ഓരോ പരിപാടികളായിട്ട് തീർക്കാനുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു സമയത്തിരുന്ന് വീഡിയോ എടുക്കാറുണ്ട്. അതായത് ആ ഒരു ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ ചില നേരത്ത് ഈ ഒരു സമയത്തൊക്കെയാണ് എടുക്കുന്നത്. അതിനുശേഷം പോയി പാലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം, കുടിക്കണം. അതിന് ശേഷം ഒന്ന് കുളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയത്തില്ല. എന്തായാലും ഞാൻ മുടിയുടെ ലെങ്തിലേക്കൊക്കെ ഓയിലിട്ട് കൊടുത്ത് എന്തായാലും കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ദോശയൊക്കെ ചുട്ടു. ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.